എൽദോ ചെറുക്കച്ചാലിൽ ഇതാ റബിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, ദൂരദർശനും ആകാശവാണിയും ഒക്കെ, അവിടെ വാർത്തയായി വരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നു എന്നുള്ളത്. അവിടെയാണ് ഈ കൂട്ടായ്മയുടെ ഒരു വിജയം. എന്തുകൊണ്ടാണ് എൽദോ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഞാൻ അവിടെ BJPയെയും മാറ്റി നിർത്തുകയല്ല കേട്ടോ, അങ്ങനെ കരുതരുത്, അവർക്ക് യഥാർത്ഥത്തിൽ ഈ യുവതയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റബിൻ പറയുന്നത് പോലെ ഈ കോവിഡാനന്തര കാലത്തെ യുവത, അവരുടെ രാഷ്ട്രീയം, അവരുടെ കാഴ്ചപ്പാടുകൾ, അതിന് മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ? അഭിലാഷ്, ഞാൻ ഇതിലേക്ക് ഒരു രാഷ്ട്രീയം ഞാൻ ആദ്യം സംസാരിക്കുന്നതിനപ്പുറം 3 കാരണങ്ങളാണ് എനിക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ഈ സമരം ഇന്ത്യയിലെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മൾ ജെൻസി എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ അതിനപ്പുറം കുറച്ചുകൂടി പ്രായമുള്ള ഒരു യൂത്ത് എല്ലാവരും ഏറ്റെടുത്തു എന്നതിനുള്ള ഏറ്റവും വലിയ കാരണം, നമ്മൾ ഒന്ന് പഠിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ ജോലി കിട്ടി രക്ഷപ്പെടാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ ജനതയോടെയുണ്ട്. അത് മിഡിൽ ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ പണം കൊണ്ട് ഒരു വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത, അഫോർഡബിൾ അല്ലാത്ത ഒരു സമൂഹം ഉള്ള ഒരുപാട് ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഒരു ആസ്പിറേഷണൽ യൂത്ത്, അപ്പോൾ അവർക്ക് നോട്ട് ഗെറ്റിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ അവസരങ്ങൾ, അവർക്ക് കിട്ടേണ്ട ഈക്വൽ അവസരങ്ങൾ ഇവിടെ ഒരു നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഈ സമരം ഇത്ര വലിയ വിജയമായി തീരാനുള്ള കാരണം. രണ്ടാമതായിട്ട്, ഈ സമരം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ജെൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനപ്പുറം ഉള്ള ഒരു യൂത്ത് ഈ സമരത്തിലേക്ക് പറഞ്ഞോളൂ. അതിനപ്പുറമുള്ള ഒരു യൂത്ത് ഈ സമരത്തിലേക്ക് വരുന്നത് ഒരു മീഡിയ ന്യൂസിനപ്പുറം ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇവരിലേക്ക് എത്തിക്കുന്നത്? ഇവരുടെ തന്നെ സുഹൃത്തുക്കളാണ്. നമുക്കറിയാം, ഇവരുടെ ഇൻസ്റ്റാ റീൽസ്, അതിൽ നിന്നാണ് പലപ്പോഴും ഒരു 30 സെക്കൻഡ്സ് ഉള്ള ഒരു ഇൻസ്റ്റാ റീൽസിൽ നിന്നാണ് ഇവർ പ്രതികരണം ഉണ്ടാകുന്നത്, ഇവരുടെ ഇമോഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവർ തന്നെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവരുടെ പല സമരങ്ങളിൽ നിന്നുള്ള വീഡിയോകൾ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു വാട്ടർ ഗൺ, ഇവർക്കെതിരെ ഒരു വാട്ടർ ഗൺ പ്രയോഗിക്കുമ്പോൾ ഇവർ അതിൽ കുളിക്കുന്നത് പോലെ കാട്ടുകയാണ്. അല്ലെങ്കിൽ ഇവർ പോലീസിനെ നോക്കി ഒരു പ്രത്യേകതരം ചിരികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അല്ലെങ്കിൽ ഇവർ എല്ലാത്തിലും ഒരു ഫണ്ണി വീഡിയോസ് ആണ് കൂടുതൽ ഈ സമരമുഖങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പൊ ഇതിനപ്പുറം ഒരു രണ്ടാം ഘട്ടം ഈ സമരത്തിന് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് അത് തുടങ്ങിയത്? നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ച പോലീസ് ഇവിടെ വളരെ സമാധാനപരമായി സമരം ചെയ്തിരുന്ന, ഡൽഹിയിൽ മാത്രം നിലനിന്നിരുന്ന ഒരു പ്രൊട്ടസ്റ്റ്, പോലീസിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോഴാണ് ഇന്ത്യയിലെ ജനത മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനപ്പുറം മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഇതിനെതിരെയുള്ള പ്രതിഷേധം തുടങ്ങിയത്. അവിടെയായിരുന്നു ആദ്യമായിട്ട് ഈ ഭരണകൂടത്തിനുണ്ടായ പരാജയം. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നതിനപ്പുറം തങ്ങളുടെ ഒരു ചോദ്യം ചെയ്യുന്നതിനെ, വളരെ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിനെ അതിനനുവദിക്കാത്ത ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അത് ഏറ്റവും പേടിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അവിടെ ആ ഒരു സമയത്ത് നിന്നാണ് ഈ സമരം ഡൽഹിയിൽ നിന്നും മറ്റ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും, ലോകത്തിലെ മുഴുവൻ ഇത് തുടക്കമായി. ഇന്നതൊരു ഡൽഹിയുടെ സമരമല്ല, അതിനപ്പുറം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആദ്യം എനിക്ക് മുന്നേ പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ, ഈ ഒരു മിഡ് നൈറ്റ് ഇൻസ്റ്റാ വീഡിയോ പോലുള്ള ഒരു വീഡിയോയിലേക്ക് നമ്മൾ എപ്പോഴും വളരെ സുന്ദരമായിട്ടുള്ള വീഡിയോകൾ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ള യുവത എവിടെ നിന്നാണ് അവർക്ക് ഇതിനുള്ള ഒരു കണ്ടന്റ് കിട്ടുന്നതെന്ന്. അത് ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നല്ല, മേ ബി ഒരു പ്രിന്റഡ് മീഡിയയിൽ നിന്നല്ല, അതിനപ്പുറം ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ. അതായത് എൽദോ, ഈ യുവാക്കളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഏതൊരു സർക്കാർ സംവിധാനത്തിനും അവരുമായി ചേർന്ന് നിൽക്കുന്ന പല ഏജൻസികളുണ്ടാകും. ഇന്റലിജൻസ് ഏജൻസികളുണ്ടാകും, PR ഏജൻസികളുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ എവിടെയാണോ പോകുന്നത് അവിടുത്തെ വേഷവിധാനം പോലും കേരളത്തിലേക്ക് എത്തിയാൽ മുണ്ടെടുക്കാൻ മോദിക്കറിയാം. അതുപോലെ തന്നെയാണ്. അതൊക്കെ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയമായി കൂടി കണക്കാക്കേണ്ടതാണ്. അങ്ങനെയുള്ള മോദി ഒരു യുവ വിഷയമായതുകൊണ്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടതായി വരുന്നു എന്നാണോ? യുവാക്കളുടെ വിഷയം എന്ന നിലയിൽ അഭിസംബോധന ചെയ്യേണ്ടതായി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സമരം, ഇപ്പോൾ ഞാൻ തന്നെ ഈ സമരത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിഷ്വൽസും എല്ലാം കാണുന്നതും ഇൻസ്റ്റാ റീൽസിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ
പൊളിറ്റീഷ്യൻസിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം വലിയ പാട്ടുകളും എല്ലാം ഇട്ട് വളരെ ഇമോഷണൽ ആക്കിയായിരുന്നു വീഡിയോ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവർ പ്രത്യേകിച്ച് ഒരു ചേരുവകളും ചേർക്കാതെ വളരെ എന്താ പറയുക, ആ സ്ഥലത്ത് നിന്നുള്ള ചെറിയ ചെറിയ വിഷ്വൽസ് അതേ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭയങ്കര ഒരു ഡെപ്ത്, ഒരു വലിയ ഡെപ്ത് ഈ സമരത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ഉണ്ട്. ഈ സമരവും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു ലീഡേഴ്സ് മൂവ് അല്ല, ഒരു ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ട് മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറം ഇന്ത്യയിലെ യൂത്ത് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കപ്പുറം ഇപ്പോ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ ഈ നീറ്റ് എക്സാമിനൊക്കെ ഈ വർഷം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളെക്കാളും അവരുടെ പേരൻസ് വരെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്നലെ ഒരു സംസാരിച്ച ഒരു കുട്ടി, ആ കുട്ടിയും അവരുടെ പേരൻസും ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അവർക്കുണ്ടായിട്ടുള്ള മാനസിക ആഘാതം, കാരണം 2 വർഷത്തോളം ഒരു എക്സാമിനേഷൻ സെന്ററിൽ പോയി അവർ പഠിച്ച് ഇതിനു വേണ്ടി ഈ എക്സാം എഴുതാൻ വേണ്ടി നിന്നപ്പോൾ ആദ്യത്തെ എക്സാം എളുപ്പമായിരുന്നു, അവിടെയാണ് ഈ ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാം അവരെ സംബന്ധിച്ച് പാടായിരുന്നു, അവർക്കത് കിട്ടിയില്ല. അവർ ഇന്ന് ഒരു മെഡിക്കൽ സപ്പോർട്ട് അവർ നേരിടുന്നത് എന്റെ അനുഭവത്തിലുണ്ട്. അത് ഒരാളുടെ മാത്രം കാര്യമല്ല. അപ്പോ ഇത് ഇന്ന് ഒരു യൂത്ത് അതാണ് രാജ്യത്ത് എത്രയോ കുട്ടികൾ ജീവനൊടുക്കിയ സംഭവം കൂടി, അതാണ് നമ്മൾ ദുഃഖത്തോടെ കേൾക്കേണ്ടതായി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.